ഡോക്ടർ അജിത് കുമാർ ഇന്നലെ ജസ്പ്രീത് ബുംറയ്ക്കാണ് പ്ലെയർ ഓഫ് ദ സീരീസ് പുരസ്കാരം നൽകിയത്. ഈ ജസ്പ്രീത് ബുംറ പ്ലെയർ ഓഫ് ദ സീരീസ് ആകുമ്പോൾ ഒരുപക്ഷെ അതിൽ വേറെ വിക്കറ്റ് നേട്ടങ്ങളിലുമൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന റൺ നേട്ടയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകളുണ്ട്, പക്ഷേ താരങ്ങളുണ്ട്. അപ്പോഴും ബുംറ എന്നുള്ള ആ പേര് പൂർണ്ണമായും പ്ലെയർ ഓഫ് ദ സീരീസ് എന്നുള്ള ആ പുരസ്കാരത്തിന് നീതീകരിക്കുന്ന നാമമാണ് എന്ന് തോന്നിപ്പോയി. അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം ഒരുപക്ഷെ ഇന്ത്യയിൽ ജന്മമെടുത്ത ഏറ്റവും മികച്ച പേസ് ബോളർ എന്നുള്ള ഒരു ഇതിഹാസ പേസ് ബോളർ എന്നൊക്കെ എന്നും വിശേഷിപ്പിക്കപ്പെടേണ്ട ഒരു പേരിലേക്ക് ജസ്പ്രീത് വളർന്നില്ലേ? തീർച്ചയായിട്ടും വൺ ഓഫ് ദ ബെസ്റ്റ് ബോളേഴ്സ് ഇന്ത്യ എവർ പ്രൊഡ്യൂസ്. നമ്മളൊരു ശരിക്കും അദ്ദേഹത്തെ നമുക്ക് നമ്മുടെ കപിൽ ദേവിന്റെ ആ ലെവലിലേക്ക് നമുക്ക് കൊണ്ടുപോകാം. കാരണം നമ്മളെപ്പോഴും ഇന്ത്യയുടെ ഏറ്റവും ബെസ്റ്റ് ബോളർ ആരാന്ന് പറയുമ്പോൾ അപ്പൊ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന പേര് കപിൽ ദേവാണ്. ഫാസ്റ്റ് ബോളർ കപിൽ ദേവ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയുള്ളവര്. പക്ഷെ ഇത് ബുംറ അതും ഏറ്റവും അത്യാവശ്യം അപ്പൊ താങ്കൾ വളരെ നന്നായിട്ട് ആ 16th ഓവറിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്തത്. എങ്ങനെ വിക്കറ്റ് എടുത്തിട്ടെങ്കിലും ആ ടീമിനെ കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ള ഒറ്റ മനസ്സിലാണ് ബുംറ ബോൾ ചെയ്യുന്നത്. ഏത് മത്സരം നമ്മൾ എടുത്താലും നമുക്ക് കാണാം അദ്ദേഹത്തെ നമ്മുടെ രോഹിത് വളരെ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. കൃത്യമായിട്ടാണ് പലപ്പോഴും ഞാൻ ഒരു മത്സരത്തിൽ ഇപ്പോൾ ഓൾറെഡി അദ്ദേഹത്തെ ഓപ്പണിംഗ് കൊടുത്തില്ല. അദ്ദേഹം സിറാജും ആർഷ്ദീപാണ് ആദ്യത്തെ മത്സരങ്ങളിൽ ഓപ്പൺ ചെയ്തത്. ന്യൂ ബോൾ കൊടുത്തില്ല. പക്ഷെ അതിന്റെ ഗുണവും നമ്മൾ മനസ്സിലാക്കി. ക്രൂഷ്യൽ മൊമെന്റില് അദ്ദേഹത്തിന് ഓവേഴ്സ് ബാക്കി വെക്കുക, കളി കയ്യിൽ നിന്ന് വിട്ടുപോകുന്നു എന്ന ലെവലില് ബുംറയെ കൊണ്ടുവന്ന് ബുംറ ഒരു വിക്കറ്റ് എടുക്കുക, ഇതൊക്കെ നമ്മൾ ഈ ഫുൾ ടൂർണമെന്റിൽ കണ്ട ഒരു കാര്യമാണ്. ഇത് ശരിക്കും ബുംറയുടെ ടൂർണമെന്റ് ആയിരുന്നു. വിക്കറ്റ് ആർഷ്ദീപിന് ഇദ്ദേഹത്തെക്കാൾ കൂടുതൽ ഉണ്ടായിരുന്നെങ്കിലും ഇതൊരു ബുംറയുടെ ടൂർണമെന്റ് ആയിരുന്നു. ബുംറ ആസ് എ ബാറ്റർ ബോളർ തീർച്ചയായിട്ടും ഒരു ഇന്റർനാഷണലി എല്ലാവർക്കും ഇദ്ദേഹത്തിന്റെ ആ ഒരു ക്ലാസ് മനസ്സിലാക്കാൻ പറ്റി. എല്ലാ മാച്ചിലും അതാണ്, ഒരൊറ്റ മാച്ചിലും അദ്ദേഹം ഫെയിൽ ചെയ്തില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. ഒറ്റ മാച്ചിലും ഇത്രയും കൺസിസ്റ്റന്റ് ആയിട്ട് ഇപ്പോഴാണ് വിചാരിക്കുന്നത്. പലപ്പോഴും കഴിഞ്ഞ T20 ലോകകപ്പിന് കളിച്ചില്ല അദ്ദേഹം. അതിന്റെ ആബ്സൻസ് നമുക്ക് ശരിക്ക് ഇന്നിപ്പോ ഫീൽ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആ പ്രസൻസ് കാണുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ഫുള്ളി ഡിസേർവ്ഡ് ആണ്. മാത്രമല്ല പ്രധാനമന്ത്രിയുടെ വേർഡ്സ് കേൾക്കുമ്പോൾ എനിക്ക് വളരെ ഒരു അദ്ദേഹം ODI വേൾഡ് കപ്പ് ഫൈനൽസ് കാണാമെന്ന് അത് സങ്കടപ്പെട്ട് അവരുടെ ഡ്രസ്സിംഗ് റൂമിൽ പോയി എല്ലാവരും ആശ്വസിപ്പിക്കുന്ന ഒരു അത് മാത്രം അദ്ദേഹം പറഞ്ഞു ഫ്യൂച്ചറിൽ നമുക്ക് ജയിക്കാം എന്നുള്ള ഒരു വാക്കും അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എത്രയും സന്തോഷത്തോടെ അദ്ദേഹം ഇന്ന് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ November 20 കഴിഞ്ഞ ലോകകപ്പ് ഫൈനൽസിന്റെ കഴിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഈ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി അവരോട് പ്ലേയേഴ്സിനെ ആശ്വസിപ്പിക്കുന്ന ആ ഒരു നല്ലൊരു സീൻ നമ്മൾ എല്ലാവരും കണ്ടതാണ്. അപ്പൊ അതിന്റെ ഒരു തുടർച്ചയായിട്ട് അദ്ദേഹത്തിന്റെ ആ ഇത് വാക്കുകൾ കേൾക്കുമ്പോൾ വളരെ സന്തോഷം വന്നു. മാത്രമല്ല ക്രിക്കറ്റ് നന്നായിട്ട് അറിയുന്ന ഒരു പ്രധാനമന്ത്രിയാണ് കേട്ടോ. ഗുജറാത്ത് ക്രിക്കറ്റ് അസോസിയേഷന്റെ റെപ്രസെന്റേറ്റീവായിട്ട് BCCIയിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ ആദരണീയ പ്രധാനമന്ത്രി. അതും കൂടി പലർക്കും അറിഞ്ഞുകൂടാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ക്രിക്കറ്റിന് നന്നായിട്ട് അറിയാവുന്ന ഒരാൾ, അല്ലാണ്ട് അറിയാത്ത ഒരാളല്ല എന്നുള്ള ഒരു കാര്യം കൂടി ഈ അവസരത്തിൽ എനിക്ക് പറഞ്ഞാൽ കൊള്ളാം. തീർച്ചയായിട്ടും എന്താണെങ്കിലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താണെങ്കിലും ഇന്ത്യ അങ്ങനെ ലോകകപ്പിൽ കിരീടം സ്വന്തമാക്കി ലോകത്തിന്റെ നെറുകയിൽ എത്തി നിൽക്കുന്ന മനോഹരമായിട്ടുള്ള ദിവസമാണ്. ഒരുപക്ഷെ ഇന്നലെ രാജ്യം ഉറങ്ങിയിട്ടുണ്ടാവില്ല, അത്രമാത്രം സന്തോഷത്തിലായിരിക്കും ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഡോക്ടർ അജിത് കുമാർ, ഈ ടൂർണമെന്റിൽ ഇന്ത്യയുടെ പ്രകടനം നോക്കിക്കഴിഞ്ഞാൽ അത് നമ്മൾ ഇന്നലെയും സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്, ഇത്തവണ മാത്രമാണ് ഒരു വ്യക്തിഗത മികവിനെ നമ്മൾ ആശ്രയിച്ചിട്ടില്ല. അതായത് ഇന്ത്യൻ ടീമിന്റെ ഒരു സൂപ്പർമാൻ എന്നുള്ള തരത്തിൽ വിരാട് കോഹ്ലിയോ അല്ലെങ്കിൽ രോഹിത് ശർമ്മയോ അല്ലെങ്കിൽ ജസ്പ്രീത് ബുംറയോ അങ്ങനെ ഒരു വ്യക്തിയെ ആശ്രയിച്ചിട്ടില്ല എന്നുള്ളതാണ്. ടീം കോമ്പിനേഷൻ ഒരു പതിവ് രീതികളിൽ നിന്നും വ്യത്യസ്തമായി ഇന്ത്യ ഒരു ഫുൾ ഓൺ മോഡലായിരുന്നു. അതായത് ഓൾറൗണ്ട് മികവായിരുന്നു ഇന്ത്യയുടെ എന്നത് എടുത്തു പറയണം. അപ്പോൾ എല്ലാ കാലവും നമ്മൾ ഒരു ഉൾക്കൊള്ളേണ്ട പാഠവും കൂടിയല്ലേ അത്. അതായത് ഒരു ബാറ്ററെയോ അല്ലെങ്കിൽ ഒരു ബോളറെയോ ആശ്രയിച്ചുള്ള മുന്നേറ്റമല്ല വിശ്വവിജയത്തിന് ആധാരമെന്ന്. തീർച്ചയായിട്ടും അത് നല്ലൊരു പാഠമാണ്. ഇന്ത്യൻ ക്രിക്കറ്റിന് നല്ലൊരു പാഠമാണ് ഈ മത്സരം. നമ്മള് 12 പേര് മാത്രമേ കളിപ്പിച്ചുള്ളൂ. അതായിരുന്നു ഏറ്റവും വലിയ ക്രിറ്റിസിസം. 3 പേര് ശരിക്കും പറഞ്ഞാൽ അവര് പാസഞ്ചേഴ്സ് ആയിട്ട് മാറി. പക്ഷെ എന്നാലും ആ ഒരു എനിക്ക് ഇപ്പോഴും ദ്രാവിഡ് കുറച്ച് ട്രഡീഷണൽ ആണ്. ദ്രാവിഡിന്റെ ആ ഒരു എനിക്കറിയാം ദ്രാവിഡാണ് തീരുമാനിക്കുന്നതല്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ആ
ഫൈനൽ ആ വിന്നിങ് കോമ്പിനേഷനുള്ള വിശ്വാസം അതായിരിക്കും ടീമിനെ ഇനിയും കൂടുതലും ഒരു ഒന്നിപ്പിച്ചതെന്ന് തോന്നുന്നു. വിന്നിങ് കോമ്പിനേഷന് ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു കോൺസെപ്റ്റ് പണ്ട് ഈ ട്രഡീഷണലിസ്മേ ഉള്ളൂ. എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ അടുത്ത ഗൗതം ഗംഭീർ അത് അങ്ങനത്തെ ഒരു സ്റ്റൈൽ എടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മാത്രമല്ല ഇന്നലെ ഇൻഡയറക്ട്ലി ഗംഭീർ പറഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് അദ്ദേഹത്തിന് ഈ ടീമിന് യാതൊരു ചേഞ്ച് വരാത്തത് ശരി സന്തോഷമായില്ല എന്നുള്ളത് ഏതോ ഒരു ഇതില് അദ്ദേഹം പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞിരുന്നത് ഞാൻ കണ്ടു. അപ്പം ഗംഭീർ അത് കണ്ടിന്യൂ നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ഇത്തവണ ദ്രാവിഡ് ക്ലിയർ ആയിട്ടുള്ള പോളിസി ഫോളോ ചെയ്തു. ഈ 11 ദേ ആർ ഡൂയിങ് റിയലി വെൽ. ഏറ്റവും പ്രധാനപ്പെട്ട എന്താണെന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ട് മാച്ചസ് നമ്മൾ വിജയിച്ചു. നമുക്ക് ഈ മത്സരങ്ങളെല്ലാം ഈസി ആയിരുന്നില്ല. പല മാച്ചസും ഈവൻ USA ആയിട്ട് ആദ്യത്തെ 3 വിക്കറ്റ് വേഗം പോയി. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഔട്ടെ. അവസാനം സൂര്യകുമാറും ദുബൈ കൂടിയിട്ടാണ് നമ്മൾ വിജയിപ്പിച്ചത്. അപ്പൊ പല മത്സരങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. കൃത്യതയോടെ നമ്മൾ ഒരാൾ ഫെയിൽ ചെയ്യുമ്പോൾ മറ്റേയാൾ നന്നായിട്ട് ബാറ്റ് ചെയ്യുക. അതിന്റെ ഒരു നല്ല ഉദാഹരണമാണ് അക്ഷർ പട്ടേലിന് അദ്ദേഹം നമ്പർ 5 അയച്ചത്. അതാണ് ഒരു ടീം മാനേജ്മെന്റിന്റെ ഒരു മിടുക്ക്. പാകിസ്ഥാനുമായിട്ടും അദ്ദേഹത്തിന് അക്ഷർ പട്ടേൽ നേരത്തെ അയച്ചു ആദ്യത്തെ വിക്കറ്റ്സ് വീണപ്പം. അതുപോലെ തന്നെ ഈ മത്സരത്തിനും അക്ഷർ പട്ടേലിന് അതൊരു മാസ്റ്റർ സ്ട്രോക്ക് ആയിരുന്നു. ആ അൺഫോർച്ചുനേറ്റ് റൺഔട്ട് നടന്നില്ലെങ്കിൽ എനിക്കൊന്നുകൂടെ അക്ഷർ പട്ടേൽ മൈറ്റ് സ്കോർ മോർ. നമ്മൾ ആ പാർട്ട്ണർഷിപ്പ് നന്നായിരുന്നു. 176 നമ്മൾ 200 പോലെ എത്തിയേനെ. ഇതാണ് അവിടെയാണ് ഈ ഒരു ജീനിയസിന്റെ ഒരു സൈൻ കാണിക്കുന്നത്. ടീം മാനേജ്മെന്റിന്റെ ആ ഒരു ജീനിയസ് ആയിരുന്നു. അത് പലയിടത്തും പല വേളകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അതാണ് നമ്മുടെ വിജയത്തിന് ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് ഞാൻ കാണുന്നത്. തീർച്ചയായിട്ടും ഡോക്ടർ അജിത് കുമാർ, ഞാൻ ഇപ്പോൾ താങ്കൾ ഈ ദ്രാവിഡിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ദ്രാവിഡിന്റെ പ്രതികരണത്തിലേക്ക് പോയില്ലായിരുന്നു. ദ്രാവിഡിന്റെ പ്രതികരണം അത് നമുക്ക് ഒഴിവാക്കാനും കഴിയില്ല. കാരണം ഇന്ത്യൻ ടീമിന്റെ പരിശീലകൻ അങ്ങനെ ലോക കിരീടം നേടി തന്നെ ആ ദൗത്യം അവസാനിപ്പിക്കുകയാണ് എന്നുള്ളതാണ്. രാഹുൽ